വൈഭവ് സൂര്യവംശി വെറും 14ാമത്തെ വയസ്സിൽ IPL കളിച്ച ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറിയനായി മാറിയപ്പം ആൻഡ്രൂ ബ്രൗൺലി അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുന്നത് തന്റെ 62ാമത്തെ വയസ്സിലാണ്. ക്രിസ്റ്റഫർ പൗലിനി ആദ്യത്തെ നോവൽ എഴുതുന്നത് അദ്ദേഹത്തിന്റെ വെറും 15ാമത്തെ വയസ്സിലാണെങ്കിൽ അത് ന്യൂയോർക്ക് ടൈം ബെസ്റ്റ്സെല്ലർ ആവുകയും ചെയ്തു. എന്നാൽ ബെർത്ത വുഡ് അവരുടെ ആദ്യത്തെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് തന്റെ 100ാമത്തെ ബർത്ത്ഡേ അന്നാണ്. ലോകത്തെ ഓൾഡസ്റ്റ് ഫൈൻ ടൈം ഓതർ ബഹുമതിയായിട്ട് തന്റെ 101ാമത്തെ വയസ്സിൽ അവർ അന്തരിച്ചു. സ്റ്റീവ് ജോബ്സ് ആപ്പിളിന്റെ CEO ആകുന്നത് തന്റെ 21ാമത്തെ വയസ്സിലാണ്. തന്റെ 56ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നു. എന്നാൽ 62ാമത്തെ വയസ്സിൽ KFC തുടങ്ങിയ കേണൽ സാൻഡേഴ്സ് 90ാമത്തെ വയസ്സിൽ മരിക്കുന്നത് വരെ ബിസിനസ്സിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. തന്റെ 80ാമത്തെ വയസ്സിൽ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിട്ട് യൂച്ചിറോ മിയോന ഗിന്നസ് ബുക്കിൽ ഇടം നേടിയപ്പോൾ ജോർഡൻ റൊമേറോ ആ നേട്ടം കൈവരിച്ചത് തന്റെ 13ാമത്തെ വയസ്സിലാണ്. പറഞ്ഞു വരുന്നത് എല്ലാവരും ജീവിക്കുന്നത് അവരവരുടെ ടൈം ലൈൻ അനുസരിച്ചാണ്. ഒരാളുടെ ജീവിത വിജയവും അത് നേടാനെടുക്കുന്ന സമയവും ഒരിക്കലും മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. തോറ്റുകൊടുക്കില്ല, ജയിച്ചു മുന്നേറുക തന്നെ ചെയ്യും എന്ന ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്ത് ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ജീവിതത്തെ നോക്കിക്കണ്ട് മുന്നോട്ട് പോവുക. ജീവിത വിജയം നിങ്ങളെ തേടിയെത്താതിരിക്കില്ല, ഉറപ്പ്. താങ്ക് യു.